ISLന് കൊടിയേറ്റം കയറാനായിട്ട് ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരായ നമ്മൾ ഈ സീസണിൽ ഒരു സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും മുഖം ചുളിക്കലൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ നടക്കുന്ന കുറച്ച് ചർച്ചകളാണ്. ഇത് പല ഗ്രൂപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലും എന്നോട് ചോദിച്ചിട്ടുള്ള കുറേ ആരാധകരുടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. 90K എന്ന് പറയുന്ന ആ ഒരു വലിയ ബഹുമതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ അപ്പോൾ 89,000 ആയിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്കുള്ളത് 3 ചോദ്യങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ പന്ത് തട്ടാനായിട്ട് വരുമ്പോൾ ആരാധകർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട്, പക്ഷേ പ്രത്യേകിച്ചും ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള 3 ചോദ്യങ്ങൾ, ഈ 3 ചോദ്യത്തിനുള്ള ആൻസർ ആരാധകരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും പിന്നെ എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആരാധകരെല്ലാവരും ഇതിങ്ങനെ ചിന്തിക്കേണ്ടി വരും. കാരണം നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് ഈ പല ചോദ്യങ്ങളിൽ നിന്നും. ഇത് ഞാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. കാരണം ഇതിന് ഉത്തരം കിട്ടുന്നില്ല എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ഡുറൻഡ് കപ്പിലെ നമ്മളെ ദയനീയമായിട്ടുള്ള ആ ഒരു പോരാട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആദ്യത്തെ, അതായത് ഈ 3 ചോദ്യങ്ങൾ എന്ന് പറയേണ്ടത് ഒന്ന് ഫോർമേഷനെ പറ്റിയാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് പ്ലാൻ ബിയെ പറ്റിയാണ്, പിന്നെ ജീസസ് ജിമിനീസ് എന്ന് പറയുന്ന താരം എവിടെ എങ്ങനെ കോച്ച് കളിപ്പിക്കും എന്നുള്ളതാണ്. സോ ഫസ്റ്റത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫോർമേഷൻ, അതായത് വിച്ച് ഫോർമേഷൻ യൂസ് എന്താ പറയുക മിഖായിൽ സ്റ്റെഹറെ, ആ ഒരു ചോദ്യമാണ്. അതായത് ഏത് ഫോർമേഷൻ ആയിരിക്കും പുള്ളിക്കാരൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ഒരു ടാറ്റിക്സിലൊക്കെ നോക്കിപ്പോയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 3-4-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ് സ്റ്റെഹർ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അത് ISLൽ നമുക്ക് ഇവിടെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫോർമേഷനാണ് 3-4-3 എന്ന് പറയുന്ന ഫോർമേഷൻ. അത് ISLനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലെഫ്റ്റ് ബാക്കുകളും റൈറ്റ് ബാക്കുകളൊക്കെ വെറുതെ നിൽക്കുന്ന, അതായത് നമുക്കിപ്പോൾ ഒരുപാട് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ആയിട്ടുള്ള കളിക്കാരുണ്ട്. ഐബാൻ ഡോളിംഗ്, സന്ദീപ്, നവോച്ച, പ്രബീർ ദാസ്, സഹീഫ്, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇവരൊക്കെ വെറുതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് പാളാനും സാധ്യതയുണ്ട്. കാരണം പടുകൂറ്റൻ നിരയായിട്ടുള്ള സ്ട്രൈക്കേഴ്സ് ഉള്ള ടീമുകൾ ISL ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഈ 3-4-3 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മുട്ടുമടക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു DMF നിർബന്ധമാണ് എന്നുള്ളതാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ബട്ട് നമുക്ക് അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ ഇല്ല. പലരും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് അലക്സാണ്ടർ കൊയ്ഫ് മിഡ്ഫീൽഡർ, അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് പന്ത് തട്ടുമല്ലോ എന്നായിരിക്കും. സോ അദ്ദേഹം പന്ത് തട്ടും, പക്ഷേ പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു അതേ പൊസിഷനിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ നമുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യോൾവാൻ നീഫിനെ പോലെ, അതുപോലെ മോഹൻ ബഗാനിൽ അങ്ങനെ ഒരു കളിക്കാരുണ്ട്. ഇങ്ങനെ ഒരുപാട്, ഇപ്പോൾ കാൾ മക്യൂവിനെ പോലെ FC ഗോവക്ക് ഉണ്ട്. അങ്ങനെ ഒരു കളിക്കാരൻ നമുക്കില്ല എന്നുള്ളതാണ്. കാരണം അലക്സാണ്ടർ കൊയ്ഫിനെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു സെൻറ്റർ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യാനായിട്ടാണ്. സ്വാഭാവികം മൂപ്പരെ സംബന്ധിച്ചിടത്തോളം DMFും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോള് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരൻ നമുക്കില്ല. അപ്പോൾ ഈ ഒരു ഫോർമേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നമ്മളെ ഡിഫൻസ് ആടി ഉലയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ചോദ്യം വരുമ്പോൾ എല്ലാവരുടെ മുമ്പിലും മുനകൂർത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും ജക്സൺ സിംഗ് തനൗജം. എന്തിനാണ് കൊടുത്തതെന്ന് ഇപ്പോഴും അറിയില്ല. പൈസ ഉണ്ടാക്കാനായിരിക്കും, അതാണ് വേറൊരു ആൻസർ ഉള്ളത്. പിന്നെ വിപിനെ കൊണ്ട് ഒറ്റയ്ക്ക് പടുത്തുയർത്താൻ പറ്റിയിട്ടുള്ള ഒരു നിരൊന്നുമല്ല നമ്മുടെ ഡിഫൻസ്, അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് നിര എന്ന് പറയുന്നത്. വിപിനും അവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോരുത്തർ പരിക്ക് പറ്റി പോയപ്പോഴും വിപിന് താങ്ങി നിർത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു പെർഫെക്ഷനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയില്ലേനി. അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ട് മാത്രമായിട്ട് അവിടെ ഒതുങ്ങി നിൽക്കാനായിട്ട് പറ്റൂല എന്നുള്ളതാണ്. എന്തായാലും എതിർ ടീമുകൾ കയറി മെഴുകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അറ്റാക്കിംഗ് ഫുട്ബോൾ നല്ലോണം കളിക്കുന്ന നല്ല ടീമുകൾ ISLൽ ഇക്കൊല്ലുണ്ട്. പ്രത്യേകിച്ച് മോഹൻ ബഗാൻ്റെ അറ്റാക്കിംഗ് നിര കണ്ടാൽ തന്നെ മതി എല്ലാവർക്കും ഒന്ന് ഭയക്കാൻ. അപ്പോൾ 3-4-3 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ മറന്നേക്ക് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ മറ്റൊരു ഫോർമേഷനാണ് 4-3-3 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോച്ച് ഡുറൻഡ് കപ്പിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ കുറവുണ്ട് എന്ന് പലർക്കും അറിയാം അല്ലേ. കാരണം ഡാനിഷിനൊക്കെ പുള്ളിക്കാരൻ എവിടെയാണ് കളിപ്പിച്ചിട്ടുള്ളത്, ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ല ആ ഒരു ഡുറൻഡ് കപ്പിലൊന്നും പലപ്പോഴും ആരാധകർക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മധ്യനിരയിലെ താരാഭാവങ്ങൾ ഒരുപാട് മുഖം ചുളിയിപ്പിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4-2-1-3 എന്നാണ്.
സോ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമേഷനാണ് പലരും മുമ്പോട്ടിട്ട് തരുന്നത്. ഇവിടെ തന്നെ ഡിഫൻസ് നിരയിൽ ഭരിക്കാനുള്ള ഇന്ത്യൻ താരങ്ങളെയും ഫോറിൻ താരങ്ങളെയും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് നിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് അസറിനെയോ വിപിനെയോ അതല്ലെങ്കിൽ കൊയ്ഫിനെയോ വിപിനെയോ അതല്ലെങ്കിൽ കൊയ്ഫിനെയോ അസറിനെയോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ചാൻസ് ഉണ്ട്. ഇനി മുന്നേറ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ്ഫീൽഡറായിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അവിടെ കൈകാര്യം ചെയ്യാൻ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരം ഉണ്ടാവും. സ്ട്രൈക്കിംഗ് പൊസിഷനിൽ നമുക്ക് 3 സ്ട്രൈക്കേഴ്സിന് നിലനിർത്താനായിട്ട് സാധിക്കും. എങ്ങനെ വന്നാലും മധ്യനിരയിലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലേക്ക് വിദേശ താരം കടന്നു വന്നു കഴിഞ്ഞാൽ ഡിഫൻസ് നിരയിലെ ഒരു വിദേശ താരത്തെ പ്രത്യേകിച്ച് മിലോസിനെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരുമെന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നു ജീസസ് ജിമിനസിനൊക്കെ ഏറ്റവും കൂടുതൽ പയറ്റാൻ പറ്റുന്നത് 4-2-1-3 എന്ന് പറയുന്ന ഫോർമേഷൻ ആയിരിക്കും എന്നുള്ളത്. കാരണം പുള്ളിക്കാരൻ ഒരു ഫോൾസ് നയനൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള കളിക്കാരനാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് റെഫറൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരനെ പറ്റിയിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഫോർമേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ 4-2-1-3 ആണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത്. അവിടെ തന്നെ നമുക്ക് 4 ഡിഫൻഡർമാർ വേണം. അതായത് പ്രത്യേകിച്ചും പ്രീതം കോട്ടാലെ, ഐബാൻ ഡോളിംഗ്, ഓർമി പാം, നവോച്ച സിംഗ്. അതുപോലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് നിരയിലേക്ക് വരുമ്പോൾ കൊയ്ഫിനെയും അസറിനെയും അല്ലെങ്കിൽ കൊയ്ഫിനെയും വിപിനെയും നമുക്ക് കൊടുക്കാം. പിന്നെ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ അഡ്രിയാൻ ലൂണ. പിന്നെ അതിൻ്റെ മുമ്പിലായി 3 സ്ട്രൈക്കേഴ്സ്, അതായത് ഐമൻ വിങ്ങിലുണ്ടാവും, അതുപോലെ ജീസസ് ജിമിനിയസ്, പിന്നെ അതുപോലെ തന്നെ നോവ സദോയ്. ഈ 3 താരങ്ങളുണ്ടാവും. ഇനി ജീസസ് അല്ലെങ്കിൽ അവിടെ പെപ്രയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നല്ല വ്യക്തമായിട്ടുള്ള ഫോർമേഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്ത ചോദ്യമാണ് കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യം. അതായത് പ്ലാൻ ബി, വേർ ഈസ് പ്ലാൻ ബി, എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷം അതായത് 2022-23 സീസണിൽ 2023-24 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് തകർന്നടിഞ്ഞിട്ടുള്ളത് ഈ പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു സംഭവത്തോട് കൂടിയാണ്. ബട്ട് ഇവാൻ വുക്കമനോവിച്ച് എന്ന് പറയുന്ന കോച്ച് അതിനെ കുറച്ചുകൂടെയൊക്കെ നിലനിർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതായിട്ട് വന്നില്ല. പ്രത്യേകിച്ച് പറയേണ്ടത് മധ്യനിരയിൽ തന്നെയാണ്. അവിടെ നമ്മൾ തകർന്നടിക്കുകയാണ് ചെയ്തത്. അഡ്രിയാൻ ലൂണ പോയി. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ അയച്ചിരുന്ന നമ്മുടെ ജിക്സൺ സിംഗ് തനൗജവും പരിക്ക് പറ്റി പുറത്തു പോകുന്നു. പിന്നെ വിപിന് മാത്രമാണ് കൈകാര്യം ചെയ്തത്. ആ ഒരു ഗ്യാപ്പിലേക്കാണ് അസർ വരുന്നതും തൻ്റെ വ്യക്തിഗത മുദ്ര അവിടെ പതിപ്പിക്കുന്നതും. സോ പരാജയമായിരുന്നു ഏറെക്കുറെ എന്ന് വേണം പറയാൻ. നമുക്ക് അതിൻ്റെയും മുമ്പത്തെ ഒരു സീസണിലേക്ക് പോവാം. നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുള്ള ആ ഒരു സീസൺ, അവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ബി ഇവാൻ വുക്കോമനോവിച്ച് നടത്തിയിരുന്നു എന്നുള്ളതാണ്. സോ സഹൽ അബ്ദുസമദിനെ പോലെയുള്ള താരങ്ങൾ മധ്യനിരയിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു. ലൂണയും സഹലും ജീക്സനും പോലെയുള്ള താരങ്ങൾ മധ്യനിര അടക്കി ഭരിക്കാനുണ്ട്. സോ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ചാൻസുകൾ കൂടുതൽ കിട്ടുന്നുണ്ട്. ആ ഒരു സീസണായിരുന്നു ആ ഒരു 2022-23 നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുള്ള ആ ഒരു സീസൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പ്ലാൻ ബിയിലേക്ക് വരാൻ ഡാനിഷ്, ഫ്രെഡി, അസർ ഇങ്ങനെയൊക്കെയുള്ള കളിക്കാരുണ്ട്. പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മളെ ടീമിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പിന്നെ ഈ മധ്യനിരയിലെ ഒരു അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറ്റവും കൂടുതൽ തലകുനിക്കുന്നത് കഴിഞ്ഞ ഡുറൻഡ് കപ്പിലാണ്. കാരണം ഡിഫൻസീവ് ലൈനിലും മിലോസിനെ പോലെ പ്രീതം കോട്ടാലിനെ പോലെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കളിക്കാർ നമുക്കുണ്ട്. അതുപോലെ മുന്നേറ്റ നിരയിൽ പെപ്രയും നോവ സദോയൊക്കെ ടോപ്പിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ മധ്യനിരയിൽ ഡുറൻഡ് കപ്പിൽ നിങ്ങളൊന്ന് നോക്കുക, ഈ വെർട്ടിക്കൽ ഗെയിമിനെ വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന മിക്കാኤൽ സ്റ്റേറെ മധ്യനിരയിൽ പന്ത് വെക്കാതെ നേരെ അറ്റാക്കിങ്ങിലേക്കാണ് പന്ത് കൊടുക്കുന്നത്. പക്ഷേ എന്നാലും എനിക്കിങ്ങനെ തോന്നുക മധ്യനിര കുറച്ചുകൂടെ നല്ല രീതിയിൽ വീക്കായിരുന്നു എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിഫൻസ് നിരയിലൊക്കെ നമ്മുടെ മുഹമ്മദ് സഹീഫിനെ പോലെയുള്ള കളിക്കാരുടെ കടന്നുവരവുണ്ട്. സോ സ്വാഭാവികം നല്ല രീതിയിൽ ഷീൽഡ് ചെയ്ത് വെച്ച് കളിക്കുന്ന ഒരു താരമാണ്. അതൊക്കെ നമുക്കൊരു വെട്ടമായിട്ട് ഇങ്ങനെ തിരിയുന്നുണ്ട് എന്നുള്ളതാണ്. മെയിനായിട്ട് നമുക്ക് മധ്യനിരയിലാണ് പ്ലാൻ ബി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വേണ്ടത്. മുന്നേറ്റ നിരയിലും നമുക്ക് നല്ല രീതിയിൽ വേണം എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ജീസസ് ജിമിനിയസിനെ എവിടെ കളിപ്പിക്കും എന്നുള്ളതാണ്. ഇത് പൊതുവെ ജീസസ് വന്നതിന് ശേഷം ഒരുപാട് പേര്, ഇപ്പം നമ്മൾ വരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞു ജീസസ് വേഴ്സസ് ദിമിത്രിയോസ് ദിയമന്തക്കോസ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് ഈ കളി കഴിയുന്നതിന് മുമ്പ് തന്നെ കമ്പയറിഷനൊക്കെ നടത്തി തുടങ്ങിയോ എന്നുള്ളതാണ്. അതായത് ഞാൻ പറയാനായിട്ട് പോയത്, അതായത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എങ്ങനെ കളിക്കുന്ന പ്ലെയർ ആയിരുന്നു എന്നുള്ളതാണ്. ദിമി എങ്ങനെ, അദ്ദേഹം എങ്ങനെ എന്നുള്ളതാണ്. അതിലിവിടെ കളിക്കണം എന്നില്ല. സോ ഞാൻ പഴയ അദ്ദേഹത്തിൻ്റെ ടാറ്റിക്സും കാര്യങ്ങളും, അതായത് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലൊക്കെ കണ്ടിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികം അതിൻ്റെ ഇടയിൽ വീണ്ടും വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ജീസസ് ജിമിനിയസിനെ എവിടെയായിരിക്കും കളിപ്പിക്കാൻ പോവുക എന്ന് പറയുന്നത്. ഈ 4-2-1-3 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ ആണെങ്കിൽ
ഒരു പഴയ ലിവർപൂളൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു ഫോർമേഷനാണിത്. അതായത് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ കമ്പാരിസൺ ഒന്നല്ല, ക്ലോപ്പിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫെർമീഞ്ഞോയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫാൾസ് നയൻ തന്നെ ഫെർമീഞ്ഞോനെ നല്ല രീതിയിൽ അടിയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് അവിടെയൊക്കെ ചുറ്റിട്ടിട്ട് കളിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഫാൾസ് നയനെ പറ്റിയിട്ട് ഞാൻ വല്ലാതെ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല, അത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ആ ഒരു കളിശൈലി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ജീസസ് അതിന് പറ്റിയിട്ടുള്ള പ്ലെയറുമാണ്. അതായത് ഇറങ്ങി വന്ന് പന്തെടുത്ത് സ്പേസ് കണ്ടെത്തി സ്കിൽഫുൾ മൂവ്മെൻറ്റ് നടത്തി ബോക്സിലേക്ക് ട്രൈ ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ജീസസ് ജിമിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4-2-1-3 എന്ന് പറയുന്ന ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു നിലയിൽ കളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഒഴുകി നടക്കുന്ന ഒരു കളിക്കാരനായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരത്തെ നമുക്കറിയാം. ബ്ലാസ്റ്റേഴ്സിൽ മൈതാനത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഒഴിഞ്ഞ് കളിക്കുന്നൊരു കളിക്കാരനാണ്. വളരെ നല്ല രീതിയിൽ ഒഴുകി ഇങ്ങനെ കളിക്കുന്നൊരു താരമാണ്. വലിയ രീതിയിലൊന്നും എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ് കളിക്കുന്നൊരു കളിക്കാരനാണെന്ന് പറയില്ല, അതുപോലൊരു താരമാണ് അഡ്രിയാൻ ലൂണ. പക്ഷേ ആ ഒരു സമയത്തേത് ജീസസും കൂടെ ഇതേ ഒരു ഘട്ടത്തിലേക്ക് ജീസസും കൂടെ കടന്നു വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഒരു ആശങ്കയായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇനി ഈ ഒരു ഫോർമേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയറയുടെ വേർട്ടിക്കൽ ഗെയിമും ഇവിടെ നടക്കും. കാരണം ഡിഫൻസ് നിരയിൽ ഷീൽഡ് ചെയ്യാൻ നമുക്ക് നല്ല രീതിയിലുള്ള പ്ലെയേഴ്സ് വേണം. ആ ഒരു പ്ലെയേഴ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊയ്ഫിനെ ഡിഫൻസ് നിരയിലേക്ക് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഡിഫൻസ് നിരയിൽ ഷീൽഡ് ചെയ്ത് പന്ത് നേരെ മധ്യത്തിലേക്ക് കൊടുത്ത് സഡൻലി പെട്ടെന്ന് തന്നെ അറ്റാക്കിങ്ങിലേക്ക് പന്ത് കൊടുക്കുന്ന ശൈലി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിങ് അറ്റാക്കുകളാണ്, വിങ് സൈഡുകളിലൂടെയുള്ള അറ്റാക്കുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കോച്ച് മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ. അപ്പോൾ പ്ലാൻ ബിക്കും നമുക്ക് ഉത്തരങ്ങളൊന്നും ആയിട്ടില്ല, പക്ഷേ ഒരുപാട് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് മറുപടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ പിന്നെ ഇത് വെക്കുന്നതായിരിക്കും. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാകും. അതുവരേക്കും ബൈ.